നമസ്കാരം, പ്രവാസി മലയാളിയിലേക്ക് ഏവർക്കും സ്വാഗതം. ലോകത്തിൽ ഇപ്പോൾ പല രാജ്യങ്ങളിലായി പടർന്നു പിടിക്കുന്ന കൊറോണ വൈറസിന്റെ ഉത്ഭവ കേന്ദ്രം ചൈനയിലെ വുഹാൻ മാർക്കറ്റ് എന്നാണ് സംശയിച്ചു വരുന്നത്. ചൈനയിലെ വുഹാൻ എന്ന നിഗമനത്തിലാണ് ഇപ്പോൾ എത്തി നിൽക്കുന്നത്. എന്നാൽ ഇത് സ്ഥിരീകരിച്ച ഡോക്ടറിന് പറയാനുള്ളത് കേട്ടു നോക്കൂ. പനിയും ശ്വാസമുട്ടലുമായി എത്തിയ രോഗികളിൽ കൊറോണ വൈറസിന്റെ സാന്നിധ്യം ആദ്യമായി കണ്ടുപിടിച്ചത് ആര് എന്ന സംശയങ്ങൾ ഒരുപാട് ഉയർന്നിരുന്നു. കുറച്ചു നാളുകളായി ലോകം അന്വേഷിക്കുന്ന ചോദ്യമാണിത്. കൊറോണ വൈറസ് സ്ഥിരീകരിച്ച് 1 മാസം കഴിഞ്ഞ ശേഷം ഇക്കാര്യത്തിൽ കൂടുതൽ വിവരങ്ങൾ പുറത്തു വരികയാണ്. വുഹാനിൽ തന്നെയുള്ള ശ്വാസകോശ വിദഗ്ധയായ ലേഡി ഡോക്ടറാണ് മാരകമായ കൊറോണ വൈറസിന്റെ സാന്നിധ്യം കണ്ടെത്തിയത് തന്നെ. 27 രാജ്യങ്ങളിലേക്കായി പടർന്നു പിടിച്ച നോവൽ കൊറോണ വൈറസിന്റെ വ്യാപനം ആദ്യമായി തിരിച്ചറിഞ്ഞ ഈ 54-കാരി ഡോക്ടർ എന്ന ചൈനയിലെ താരമായി മാറിയിരിക്കുകയാണ്. രോഗവ്യാപനത്തെക്കുറിച്ചുള്ള മിക്ക ഗവേഷണങ്ങളും ആരംഭിക്കുന്ന ഡോക്ടർ ഴാങ്ങിന്റെ സഹായത്തോടെ തന്നെയാണ്. രോഗവ്യാപനത്തെക്കുറിച്ച് സംശയം തോന്നി തുടങ്ങിയപ്പോൾ തന്നെ N95 മാസ്കുകൾ ധരിച്ചു മാത്രമേ ആശുപത്രിയിൽ ജോലി ചെയ്യാവൂ എന്ന് ഈ ഡോക്ടർ ജീവനക്കാർക്ക് നിർദ്ദേശം അപ്പാടെ തന്നെ നൽകിയിരുന്നു. കഴിഞ്ഞ ഡിസംബർ 26-നാണ് വുഹാനിൽ നിന്നുള്ള 4 പേർ പനി ലക്ഷണങ്ങളോടെ ശ്വാസകോശ രോഗ വിദഗ്ധയായ ഴാങ് ചിക്സിയാനെ കാണാനായി ആശുപത്രിയിലേക്ക് എത്തിച്ചേർന്നത്. പനിക്കൊപ്പം ശ്വസിക്കുന്നതിനുള്ള പ്രശ്നങ്ങളും ഇവർക്കുണ്ടായിരുന്നു. കൂടാതെ ഇവരുടെ ശ്വാസകോശവും ചുരുങ്ങുന്നുണ്ടായിരുന്നു. തുടർന്ന് നടത്തിയ പരിശോധനയിൽ രോഗികൾക്കെല്ലാം ലക്ഷണങ്ങളൊന്നെന്നും ന്യൂമോണിയയ്ക്ക് സമാനമായി ഇവരുടെ ശ്വാസകോശം ചുരുങ്ങിയിരിക്കുന്നതായും കണ്ടെത്തിയിരുന്നു. അടുത്ത ദിവസം തന്നെ സമാനമായ ലക്ഷണങ്ങളോടെ 3 പേർ കൂടി ചികിത്സ തേടിയതോടെ അപൂർവമായ മറ്റേതെങ്കിലും രോഗമാണോ ഇവർക്ക് എന്ന സംശയം ഴാങ്ങിനുണ്ടായി. ഈ സംശയ നിവാരണമാണ് ലോകത്തെ ആശങ്കയിലാഴ്ത്തിക്കൊണ്ടിരിക്കുന്ന കൊറോണയുടെ സ്ഥിരീകരണത്തിലേക്ക് എത്തിച്ചേർന്നത്. ഒരേ കുടുംബത്തിൽ നിന്നുള്ള 3 പേർക്ക് സമാനമായ രോഗം വന്നതോടെ പടർന്നു പിടിക്കുന്ന ഒരുതരം രോഗമാണോ ഇതെന്ന സംശയവും ബലപ്പെട്ടു തുടങ്ങി. രോഗലക്ഷണങ്ങളുമായി എത്തിയ 7 പേർക്ക് മറ്റൊന്നുകൂടി പൊതുവായി ഉണ്ടായിരുന്നു. അവർ 7 പേരും ഹുബൈക്ക് സമീപത്തെ സീ ഫുഡ് മാർക്കറ്റിലും മാംസങ്ങൾ വിൽക്കുന്ന മാർക്കറ്റിലും സന്ദർശിക്കുകയോ ഇടപഴകുകയോ ചെയ്തിട്ടുണ്ടോ എന്നതായിരുന്നു. രോഗത്തിന്റെ അസ്വാഭാവികത തിരിച്ചറിഞ്ഞ ഴാങ് ഉടനെ തന്നെ ഇക്കാര്യം ആരോഗ്യവകുപ്പ് ഉന്നത വൃത്തങ്ങളെ അറിയിക്കുകയും ചെയ്തു. ഇതിനു മുമ്പ് ഇത്തരം രോഗലക്ഷണങ്ങളോടെ ആരെയും കണ്ടെത്തിയിട്ടുമില്ല. രോഗികളെ പ്രത്യേകം മാറ്റിപ്പാർപ്പിച്ച് ചികിത്സിച്ചതിനാൽ രോഗവ്യാപനത്തിന് തീവ്രത കുറയ്ക്കാൻ കഴിഞ്ഞെന്ന് ഴാങ് പറയുകയുണ്ടായി. എന്നാൽ ഈ വൈറസ് ഇത്രയും വലിയ തോതിൽ വ്യാപിക്കുമെന്ന് പ്രതീക്ഷിച്ചിരുന്നില്ലെങ്കിലും പ്രതിരോധമാണ് ഏറ്റവും പ്രധാനമെന്നും ഡോക്ടർ വ്യക്തമാക്കി. 2003-ൽ ചൈനയിൽ സാർസ് വൈറസ് വ്യാപിക്കുമ്പോൾ ഴാങ്ങിന് അന്ന് 37 വയസ്സായിരുന്നു പ്രായം. വിവിധ ആശുപത്രികളിലായി സാർസ് രോഗികളുടെ പരിചരണത്തിന് ഴാങ്ങും ഉണ്ടായിരുന്നു. രോഗവ്യാപനത്തിന്റെ രീതിയെക്കുറിച്ചുള്ള വിശദാംശങ്ങളും നൽകിയിരുന്നു. ദിവസങ്ങൾക്കുള്ളിലാണ് ഹുബൈയിൽ നിന്നും സമാനമായ 300-ലധികം കേസുകൾ വിവിധ ആശുപത്രികളിലായി റിപ്പോർട്ട് ചെയ്യുകയും ഇത് നോവൽ കൊറോണ വൈറസ് എന്ന പുതിയ വൈറസിന്റെ വ്യാപനമാണെന്ന് ഗവേഷകർ കണ്ടെത്തിയതും തന്നെ. കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.